യൗസേപ്പിന്റെയും ദൈവവചനത്തെ ധ്യാനിച്ചുറപ്പിച്ച പരിശുദ്ധ അമ്മയുടെയും മകനായിട്ടാണ് ഉണ്ണി യേശു ഈ ലോകത്തിൽ പിറന്നു വീണത്. പ്രാർത്ഥിക്കുന്ന യൗസേപ്പിതാവിന്റെയും പ്രാർത്ഥിക്കുന്ന മറിയത്തിന്റെയും മകനായി ഉണ്ണി യേശു പിറക്കുന്നു. യേശുവിന്റെ ജീവിതം മുഴുവൻ അപ്പനും അമ്മയും പഠിപ്പിച്ച പ്രാർത്ഥന ആത്മീയ സംസ്കാരം ശക്തമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. 12-ാമത്തെ വയസ്സിൽ ഈശോയെ കാണാതായി. അവർ പലയിടങ്ങളിൽ അന്വേഷിച്ചു. അവസാനം ജെറുസലേമിലെ ദേവാലയത്തിൽ ഈശോയെ അവർ കണ്ടെത്തി. 12 വയസ്സ് എന്ന് പറഞ്ഞാൽ കൗമാരപ്രായത്തിന്റെ തുടക്കം. മനസ്സില്ല എന്ന് മക്കൾ തിരിച്ചടിക്കുന്ന സമയമാണ്. ആ സമയത്താണ് അതേപോലെ കൗമാരപ്രായക്കാരനായ ഈശോ കാണാതാകുന്നുണ്ടെങ്കിലും അവൻ എവിടെയാണ്? ദേവാലയത്തിലാണ്. ദേവാലയത്തിൽ പ്രാർത്ഥിച്ചും വചനം പഠിച്ചും മുന്നോട്ടു പോകുന്ന ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോയതും ദൈവവചനം പഠിപ്പിച്ചതും യേശുവിനെ പ്രാർത്ഥനയിൽ വളർത്തിയതും യൗസേപ്പിതാവും മാതാവുമാണ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ ജീവിതത്തിൽ ഏതെല്ലാം നിമിഷങ്ങളിൽ എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്താലും അപ്പോഴെല്ലാം ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവിന്റെ ഹിതം തിരിച്ചറിഞ്ഞു. അങ്ങനെ ദൈവഹിതത്തിന് അനുസൃതമായി ഈശോ തന്റെ ജീവിതത്തെ പടുത്തുയർത്തി. അതുകൊണ്ട് തന്നെ ഈശോയുടെ ജീവിതത്തിൽ അപ്പനും അമ്മയും പഠിപ്പിച്ച പ്രാർത്ഥന വലിയൊരു ശക്തിയായിരുന്നു. ഇത് നമുക്ക് വ്യക്തമാകുന്നത് മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 34-ാമത്തെ തിരുവചനത്തിലാണ്. ഒരു കുറ്റവും ചെയ്യാത്ത ഈശോ, നിരപരാധിയായ യേശു ഇതാ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഒരു തിന്മയും ചെയ്തിട്ടില്ല. കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പുളയുന്ന ഈശോ ഇപ്രകാരം വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. മർക്കോസ് 15:34, എലോയ് എലോയ് ലാമാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിച്ചത്? കുരിശിന് കീഴെ നിന്ന പല വിശ്വാസികളും അന്ന് ചിന്തിച്ചു, ഇവൻ ഏലിയായെ വിളിക്കുന്നു, ഇവൻ നിരാശയോടെയാണ് ഇപ്പോൾ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എലോയ് എലോയ് ലാമാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളത് നിരാശയുടെ നിലവിളിയല്ല, മറിച്ച് യഹൂദന്മാരുടെ പ്രാർത്ഥനയാണ്. 22-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനമാണ് ഈശോ കുരിശിൽ പ്രാർത്ഥിച്ചത്. ഈശോ കുരിശിൽ പ്രാർത്ഥിച്ചത് യഹൂദന്മാർ തകർച്ച വരുമ്പോൾ, സഹനം വരുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച 22-ാം സങ്കീർത്തനം ഈശോ കുരിശിൽ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് എവിടെ വെച്ചാണ് ഈ സങ്കീർത്തന പ്രാർത്ഥന ലഭിച്ചത്? യഹൂദ കുടുംബങ്ങളിൽ രാത്രികാലങ്ങളിൽ യഹൂദന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ കുടുംബത്തിൽ അപ്പനും അമ്മയും പഠിപ്പിച്ചിരുന്ന സങ്കീർത്തന പ്രാർത്ഥന ഈശോയ്ക്ക് കുരിശിൽ ബലമായി മാറി. മാതാവിന്റെ മടിയിലിരുന്ന് ഈശോ പഠിച്ച പ്രാർത്ഥന സങ്കീർത്തനം 22:1. യഹൂദ കുടുംബങ്ങളിൽ അപ്പനമ്മമാർ മക്കളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയാണ് ഈശോയ്ക്ക് കുരിശു വഹിക്കാനുള്ള ബലമായി മാറിയത്. നമ്മുടെ കുടുംബത്തിൽ കുട്ടികൾ തളരാതിരിക്കാൻ, തകർച്ച വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കണം എന്ന ചിന്ത അവർക്കുണ്ടാകാതിരിക്കാൻ, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ധൈര്യപൂർവം നേരിടാനുള്ള കെൽപ്പ് അവർക്ക് ലഭിക്കാൻ വേണ്ടി കുട്ടികളെ പ്രാർത്ഥനയിൽ വളർത്തണം. നമ്മുടെ മക്കളെ വിശ്വാസത്തിന്റെ വഴിയിലൂടെ നടത്തുക, നമ്മുടെ മക്കളെ ധാർമ്മികതയിൽ വളർത്തുക, നമ്മുടെ മക്കളെ പ്രാർത്ഥനയിൽ വളരാൻ പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നിസാര പ്രശ്നങ്ങളുടെ പേരിൽ തകരുന്ന വ്യക്തികളായി നമ്മുടെ മക്കൾ മാറില്ല. പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ 2 കുടുംബങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. സാമുവലിന്റെ കുടുംബം,
എൽക്കാനയുടെയും ഹന്നയുടെയും കുടുംബം. പുതിയ നിയമത്തിൽ യൗസപിതാവും മാതാവും ഉണ്ണീശോയും അടങ്ങുന്ന തിരുക്കുടുംബം. ഈ രണ്ട് കുടുംബങ്ങളിലെയും മക്കൾ വിശ്വാസത്തിൽ വളരാൻ കാരണം, പ്രാർത്ഥനയിൽ വളരാൻ കാരണം, ധാർമ്മികതയിൽ വളരാൻ കാരണം കുടുംബത്തിൽ നിന്ന് കിട്ടിയ ധാർമ്മികതയും പ്രാർത്ഥനയുമാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ തകരാനുള്ള കാരണം എന്താണ്? ഇത്രമാത്രം പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? വിശുദ്ധ ജോൺ മരിയ വിയാനി ഇടവക വൈദികരുടെ മധ്യസ്ഥനാണ്. അദ്ദേഹത്തെ ആർസ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അയച്ചു. ആ ഗ്രാമത്തിൽ ജനങ്ങളെല്ലാം മോശമായ ജീവിതം നയിക്കുന്നവരായിരുന്നു. പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ആളില്ല, ബലിയർപ്പിക്കാൻ ദൈവജനം വരുന്നില്ല, എല്ലാത്തരം അകൃത്യങ്ങളും നടമാടിയിരുന്ന ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിന്റെ തകർച്ച, അവിടുത്തെ കുടുംബങ്ങളുടെ തകർച്ച എന്താണെന്ന് അറിയാൻ വേണ്ടി വിശുദ്ധ ജോൺ മരിയ വിയാനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഉൾക്കാഴ്ച ലഭിക്കുകയാണ്. തനിക്ക് കിട്ടിയ ദൈവിക സന്ദേശം ജനത്തോട് അദ്ദേഹം പങ്കുവെച്ചു. ഞായറാഴ്ച പള്ളിയിൽ വന്ന ദൈവജനത്തോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: മക്കളെ, പ്രാർത്ഥനയാണ് കുടുംബത്തിന്റെ കോട്ട. കോട്ട തകർന്നാൽ ശത്രു ഉള്ളിൽ കയറും. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ശത്രുവിന്, പിശാചിന് അടിപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ, കുടുംബത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒരുമിച്ചുള്ള പ്രാർത്ഥന നമ്മൾ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ പല രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിസാര പ്രശ്നങ്ങളുടെ പേരിൽ വിവാഹമോചന കേസുകളുമായി നടക്കുന്ന ദമ്പതിമാർ, സ്വന്തം ഭാര്യയെയും ഭർത്താവിനെയും അംഗീകരിക്കാൻ പറ്റാതെ അവിശ്വസ്തമായി ജീവിക്കുന്ന ദമ്പതിമാർ, കുടുംബം തകർച്ചയിലേക്ക് നീങ്ങുന്നു. കാരണം എന്താണ്? നമ്മുടെ കുടുംബങ്ങൾ തകരാനുള്ള കാരണം എന്താണ്? കാരണം ഇത്രമാത്രമാണ്: ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാതായി, പ്രാർത്ഥിക്കാൻ സമയമില്ലാതായി. അങ്ങനെ ധാർമ്മികത തകർന്നു, പ്രാർത്ഥനാ ജീവിതം തകർന്നു, പരിണിത ഫലമോ കുടുംബവും തകർന്നു. ഒന്നാമത്തെ പ്രശ്നം മൂല്യങ്ങളുടെ തകർച്ചയാണ്. കുടുംബം തകരാനുള്ള ഒന്നാമത്തെ പ്രശ്നം മൂല്യങ്ങളുടെ തകർച്ചയാണ്. പണ്ടുകാലത്ത് വിവാഹം ആലോചിക്കുമ്പോൾ വീട്ടുകാർ പരസ്പരം വീടുകളിൽ പോയി ആലോചിക്കും. അന്ന് കുടുംബത്തിന്റെ മൂല്യങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. ആദ്യം പെണ്ണ് കാണാൻ പോകുമ്പോഴും ചെറുക്കന്റെ വീട്ടിൽ പോകുമ്പോഴും ചോദിച്ചറിയും: എങ്ങനെയാ, പള്ളിയിൽ പോവോ, പ്രാർത്ഥിക്കുവോ, ദുശീലങ്ങൾ വല്ലതും ഉണ്ടോ? അങ്ങനെ പ്രാർത്ഥനയ്ക്കും ആത്മീയതയ്ക്കും ദൈവവിചാരത്തിനുമാണ് നമ്മുടെ പൂർവികർ ഒന്നാം സ്ഥാനം കൊടുത്തത്. ഇന്നൊരു കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ ചോദിക്കും: എത്ര കാറുണ്ട്, എന്തുമാത്രം പണം തരും, ജോലിയുണ്ടോ, സൗന്ദര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, മൂല്യങ്ങൾ തലകീഴായി മറിഞ്ഞു. പണത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു, സൗന്ദര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു, ദൈവവിചാരത്തിനും പ്രാർത്ഥനയ്ക്കും ധാർമ്മികതയ്ക്കും അവസാനത്തെ സ്ഥാനം കൊടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പണം കുറയുമ്പോൾ പ്രശ്നം, സൗന്ദര്യം കുറയുമ്പോൾ പ്രശ്നം. അങ്ങനെ നിസാര പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന കുട്ടികളുടെ ഒരു കവി കുഞ്ഞുണ്ണി മാഷ് ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: വിവാഹം ആലോചിക്കാൻ പോകുന്ന കുടുംബക്കാരെ കുറിച്ചാണ് എഴുതുന്നത്. അദ്ദേഹം ഇപ്രകാരമാണ് എഴുതി വെക്കുന്നത്: കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടി നോക്കിയപ്പോൾ കഷ്ടം, പെട്ടുപോയെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെയും ധാർമ്മികതയുടെയും മൂല്യങ്ങൾ തകർന്നു പോയത് കൊണ്ടാണ് ഇത്രമാത്രം വിവാഹമോചന കേസുകൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം
ഏതാണ്? കേരളമാണ്. ഏറ്റവും കൂടുതൽ പ്രവാസികൾ വിദേശത്ത് ജോലി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസത്തിന് കുറവുണ്ടോ? ഇല്ല. കൺവെൻഷൻ പന്തലുകൾക്ക് കുറവുണ്ടോ? ഇല്ല. ധ്യാന കേന്ദ്രങ്ങൾക്ക് കുറവുണ്ടോ? ഇല്ല. എന്നിട്ടും കുടുംബം തകരുന്നു. കാരണം ദൈവം നമ്മുടെ ഭവനങ്ങളിലില്ല. പ്രാർത്ഥിക്കാൻ സമയമില്ല. അമേരിക്കയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി അമേരിക്കയിൽ കുടുംബങ്ങൾ തകരാനുണ്ടായ കാരണം എന്താ എഴുതി വച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോർജ് ഗാലപ്പ് എന്നാണ്. അദ്ദേഹം പറയുന്നു, പാശ്ചാത്യ ലോകത്തിലെ കത്തോലിക്ക കുടുംബങ്ങൾ, ക്രൈസ്തവ കുടുംബങ്ങൾ തകരാനുള്ള കാരണം 1, ഒരുമിച്ചുള്ള പ്രാർത്ഥനയില്ല. 2, ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ. 3, ദേവാലയത്തോടും സഭയോടും ബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ കുടുംബങ്ങൾ തകരുന്നുണ്ടോ? കാരണം ദൈവമില്ലാത്ത ഭവനങ്ങൾ ഏറി വരുന്നു. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ ഏറി വരുന്നു. ധാർമ്മിക ബോധം നഷ്ടപ്പെടുത്ത ദമ്പതിമാരും മാതാപിതാക്കളും മക്കളും ഏറി വരുന്നു.